രാത്രി ഉറക്കം കുറവാണോ? ഒന്ന് റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ ഏതാണ് ബെസ്റ്റ്? ഗ്രീൻ ടീ യൂസ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഹെൽത്തി ബെനിഫിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. പക്ഷേ ഇതൊന്നും എന്താ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഒന്ന് റിലാക്സ് ആവാനും നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ. പക്ഷെ നമ്മൾ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നെയാണ് ഞാൻ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട്. എന്താണെന്നല്ലേ? ഒന്നല്ല, നമ്മുടെ ലാവൻഡർ ടീ തന്നെയാണ്. ഹെർബൽ ടൈപ്പാണ്. ലാവൻഡർ ഫ്ലവർ ടീ. ഒത്തിരി ഒന്നും എടുക്കാറില്ല, ഒരു ചെറിയ സ്പൂൺ മാത്രമേ എടുക്കാറുള്ളൂ, ഒരു ചെറിയ ഗ്ലാസ്സിൽ. ആ ഒരു മണം ഒത്തിരി യൂസ് ചെയ്യണ്ട കേട്ടോ. കളർ ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതെ, പച്ചവെള്ളം അതുമാതിരി തന്നെ ഇരിക്കും. പക്ഷേ കുടിക്കാൻ എന്താ മണം കേട്ടോ. ഡെയിലി ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഹാഫ് ആൻ അവർ മുന്നേ ഈ ഒരു ഡ്രിങ്ക് വല്ലപ്പോഴും എന്ന് ഞാൻ പറയത്തില്ല, എന്നും ഞാൻ കുടിക്കാറില്ല. വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ബെസ്റ്റ് ഡ്രിങ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒത്തിരി ഹെൽത്തി ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങനത്തെ കാര്യം എനിക്കറിയില്ല. എങ്കിൽ ഡോക്ടർ വൈസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കി ഉപയോഗിക്കുക. പക്ഷേ എനിക്ക് എന്തായാലും ഇഷ്ടമാണ്. ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഗ്രീൻ ടീ അല്ലാതെ, ഗ്രീൻ ടീ എന്നും ആകുമ്പോൾ എന്നും ഒരേ കാര്യം ചെയ്യുമ്പോൾ ഒരു ബോറല്ലേ. അപ്പോൾ ഒന്ന് മാറ്റി ചേഞ്ചായിട്ട് നമുക്ക് നോക്കാൻ ടീ, അതായത് ചായ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മാറ്റി നിർത്തിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയാം നമ്മുടെ ലാവൻഡർ ടീ ആണ്. എവിടെ നിന്നാണ് വാങ്ങിയെന്നല്ലേ? വേറെ എവിടെ നിന്നല്ല, നമ്മുടെ സാത്വിക്കിൽ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അവിടുത്തെ പ്രോഡക്റ്റ് തന്നെ ഒരുപാട് എനിക്ക് ചില ടൈമിൽ കൺഫ്യൂഷനാണ് കേട്ടോ. ഏത് ഞാൻ എടുക്കണം, ഏതാ യൂസ് ചെയ്യാം. അവർക്ക് തന്നെ പല ഫുഡിൻ്റെ പല ടൈപ്പിലുള്ള ആപ്പുകൾ ഉള്ളതുകൊണ്ട് നമുക്കതിൽ റെസിപ്പി ടൈപ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഫാനായി കേട്ടോ. അതുകൊണ്ട് മിക്കവാറും ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്നത് സാത്വിക്കിൽ പുതിയ പ്രോഡക്റ്റ് ഏതൊക്കെ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതാണെന്നല്ലേ. നമ്മുടെ ഷിയ ബട്ടർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലാവൻഡർ. ഇത് മൂന്നുമാണ് ബസ് വൺ യൂസ് ചെയ്യൽ വെച്ചിട്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ റിസൾട്ട് അല്ലെങ്കിൽ റിവ്യൂ ഞാൻ ഷെയർ ചെയ്തേക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, ഒരുപാട് പേര് പറയുന്നു 1 അവർ വീഡിയോ, നിങ്ങൾക്ക് 3 മിനിറ്റ് പോലും എന്നെ ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല, പിന്നെ എങ്ങനെയാണ് 1 അവർക്ക് സഹിക്കുന്നത്? അത് പറ്റാത്ത കാര്യമാണ്. പിന്നെ സമയം ഒരു ബുദ്ധിമുട്ടല്ല എല്ലാവർക്കും. ഇത്രയും സമയം നമ്മൾ ഒരാളെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടോണ്ടിരിക്കുന്നതും ബോറാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏതാ ബെസ്റ്റ് ഡ്രിങ്ക് എന്ന് യൂസ് ചെയ്യുന്നില്ല, ഞാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു റിവ്യൂ റിസൾട്ട് ബേസ് ഞാൻ പറയുന്നത്. എനിക്കിഷ്ടം ഗ്രീൻ ടീ കഴിഞ്ഞിട്ട് ലാവൻഡർ ആണ്. പിന്നെ ഹിബിസ്കസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരുപാട് പേര് പറയുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഡ്രിങ്കാണ്. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എന്തെങ്കിലും ഇറിറ്റേഷനോ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ പലരും പറയുന്നുണ്ട് പ്രഗ്നൻറ്റ് ലേഡീസ് അങ്ങനത്തെ യൂസ് ചെയ്യരുത്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു ഡോക്ടറെ കണ്ട് സംസാരിച്ചതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ ബെസ്റ്റ് ഡ്രിങ്ക് ഏതാണ്? ലാവൻഡർ. വാങ്ങിക്കാൻ ഏതിൽ നിന്നാണ്? നമ്മുടെ സാത്വിക്കിൽ നിന്ന് വാങ്ങിക്കാം. ബെസ്റ്റ് പ്രോഡക്റ്റ്, ഒത്തിരി വെറൈറ്റി പ്രോഡക്ട്സ് എല്ലാം തന്നെ അതിലുണ്ട്. ഹെർബൽ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഏതാണ്? നമ്മുടെ ലാവൻഡർ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കി. ഫിനിഷ്.